ഇനി 20,000 ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വരാൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റിൽ 300 എണ്ണം എന്നാലുള്ള ഗ്രോത്ത് ഉണ്ടാവുക. എന്നാൽ 6 മാസം കൊണ്ട് ഇത് വിളവെടുക്കുക. ഒരു 60-70% നമുക്ക് 1 കിലോ അല്ലേ ഇത് കിട്ടും. മറ്റേ മീനുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രതിരോധ ശേഷിയാണ്. നോക്കുമ്പോൾ ഇതിൻ്റെ വലിയൊരു ക്വാളിറ്റി നോക്കേണ്ടത് ഒറിജിനൽ വിയറ്റ്നാം ബ്രീഡാണ് നോക്കേണ്ടത്. അതാണ് പിന്നെ നമുക്ക് അതിവേഗം വളരാൻ ചാൻസ് ഉള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ ഇഞ്ചിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ തിരിച്ചെടുക്കും. അത് ഒരു കിലോ 300 രൂപ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അഗ്രഗത്തിൻ്റെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിൽ നിന്നാണ്. രാജകുമാരിയിലെ ഒരു വരാൽ കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മലപ്പുറത്ത് നിന്ന് എത്തിയ 2 യുവാക്കൾ രാജകുമാരിയിലെ കുറച്ച് സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെ വരാൽ കൃഷി നടത്തി വലിയ രീതിയിൽ വിജയം കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ മത്സ്യകർഷകർക്കൊക്കെ ഏറെ പ്രയോജനകരമായ ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരാൽ കൃഷിയുമായി ബന്ധപ്പെട്ടും അല്ലാതെ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ദിവസേന നിരവധി വീഡിയോകൾ കാണാറുണ്ട്. നിരവധി കർഷകരെ പരിചയപ്പെടാറുണ്ട്. ഈ കർഷകരൊക്കെ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക എന്നുള്ളവർ പറയുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റാണ്. ഇതെങ്ങനെ വിറ്റഴിക്കും, ബൾക്കായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ട് വിറ്റഴിക്കുമെന്നുള്ള വലിയൊരു ചോദ്യം തന്നെ ഈ കർഷകരുടെ മുൻപിലുണ്ട്. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ യുവ കർഷകർ നമ്മൾ പരിചയപ്പെടുന്നത് 2 യുവ സംരംഭകരെയാണ്. അവർ മലപ്പുറംകാരാണ്. അവർ മലപ്പുറത്ത് വലിയ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നതാണ്. അതിനൊപ്പം തന്നെ അവർ കുറച്ച് വരാൽ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് രാജകുമാരി, അത് എത്ര കിലോമീറ്റർ ദൂരയിലേക്കാണ് അവർ ഈ ഒരു കൃഷിക്കായി വന്നിരിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ആ വരാൽ കൃഷിയിലുള്ള ലാഭവും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള അവരുടെ ഐഡിയയുമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി വിജയകരമാകുന്നത്. അപ്പോൾ അവർ മത്സ്യക്കുഞ്ഞുങ്ങളെ, എത്രയധികം മത്സ്യക്കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതുപോലെ ഈ വിളവെടുക്കാറായ മത്സ്യങ്ങൾ എത്രയുണ്ടെങ്കിലും അവർ എടുക്കുമെന്നുള്ളതാണ്. അവരതിനെ വാങ്ങിയതിന് ശേഷം ഹോൾസെയിലായിട്ട് വിറ്റഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു മാർക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലുടനീളമുള്ള ഒരുപാട് കർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട്. അവിടെ നിന്ന് കൃഷി ചെയ്ത് ആ വിളവെടുത്ത് അവർ തന്നെ അതിനെ വാങ്ങി കർഷകർക്ക് പണം നൽകിക്കൊണ്ട് ആ ഒരു പ്രശ്നം തന്നെ അവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള വേസ്റ്റ് ലാൻഡ്, ഇപ്പോൾ നെൽകൃഷി നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. എങ്കിൽ പോലും നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ പാടങ്ങൾ അല്ലാത്ത സമയം ചുമ്മാ കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് വളരെ വിജയകരമായി വരാൽ കൃഷി ചെയ്ത് വിജയിച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ കർഷകർ കാട്ടിത്തരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഇൻട്രോയ്ക്ക് ശകലം ലെങ്ത് കൂടിപ്പോയി എന്നറിയാം. കാരണം ഇത്രയും വിശേഷങ്ങൾ ഇവരെക്കുറിച്ച് പറയേണ്ടതുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലെങ്ത് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ജാഫർ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇത് സുനിൽദാസ് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ ഇതേപോലെ വരാൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേറെ ഒന്നുകൂടി സൗകര്യവും വെള്ള സൗകര്യം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. 5 മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്തുകാരായ ജാഫറും സുനിൽദാസും ഇടുക്കിക്ക് വണ്ടി കയറുന്നത്. ഇവിടെ എത്തിയ യുവസംരംഭകർ 1.5 ഏക്കറോളം സ്ഥലത്ത് വരാൽ കൃഷിയും ആരംഭിച്ചു. മലപ്പുറത്ത് വളരെ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച വരാൽ കൃഷി ഇടുക്കിയിലും തങ്ങൾക്ക് ലാഭകരമായി ചെയ്യാൻ കഴിയുമെന്ന് ഈ കർഷകർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതോടുകൂടി ഇടുക്കിക്കാർക്ക് പരിചിതമല്ലാത്ത ഒരു കൃഷി കൂടി ഈ യുവ കർഷകർ പരിചയപ്പെടുത്തി: വിയറ്റ്നാം വരാൽ കൃഷി. ഹൈറേഞ്ചിൽ ആദ്യമായാണ് വിയറ്റ്നാം വരാലുകളെ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ ഇവ അതിവേഗം വളരുമെന്ന് ഈ കർഷകർ തെളിയിച്ചിരിക്കുന്നു. അതിനാൽ ഇവിടുത്തെ പാഴ്ഭൂമിയിൽ ആവശ്യത്തിന് ജലമുണ്ടെങ്കിൽ കർഷകർക്ക് ധൈര്യമായി ആശ്രയിക്കാവുന്ന ഒരു കൃഷി മാർഗമായി വരാൽ കൃഷി മാറിയിരിക്കുന്നു. രുചിയിലും വിലയിലും ഏറെ മുൻപിലാണ് വിയറ്റ്നാം വരാൽ. സാധാരണ മത്സ്യകൃഷിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ കൃഷിരീതിയും തെളിഞ്ഞ ശുദ്ധമായ ജലമാണ് ഇവയ്ക്ക് വളരുവാൻ ഏറെ അനുയോജ്യം. 1 സെന്റിൽ 300 കുഞ്ഞുങ്ങളെ വരെ നിക്ഷേപിക്കുവാനും സാധിക്കും. 6 മാസം കൊണ്ട് ഇവ 1 കിലോ വരെ തൂക്കമെത്തും. മാംസത്തിന് വിപണിയിൽ ഏകദേശം 500 രൂപ വരെ വിലയുമുണ്ട്. കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന വിയറ്റ്നാം വരാലുകൾക്ക് പ്രതിരോധശേഷിയും കൂടുതലാണ്. അതിനാൽ തന്നെ മറ്റു മീനുകളുമായി ഇവ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വിയറ്റ്നാം വരാലിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞെത്തിയ കർഷകർ ഈ കൃഷിയിടം കാണാനെത്തിയതോടെ ഇവരിവിടെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിപണനവും ആരംഭിച്ചു. പെൺമത്സ്യങ്ങളെ തിരഞ്ഞെടുത്ത് ഹോർമോൺ നൽകിയാണ് മുട്ടകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ആരോഗ്യമുള്ള പെൺമത്സ്യം ഹോർമോൺ സ്വീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങും. ഇവ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ പടുതാക്കുളങ്ങളിൽ ശ്രദ്ധയോടെ വളർത്തി 40-50 ദിവസങ്ങൾ കഴിയുമ്പോൾ വിൽക്കുന്നതാണ് രീതി. ഒരു ബ്രീഡിംഗ് വഴി ഏകദേശം 15,000 കുഞ്ഞുങ്ങളെ വരെ ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ 12,000
പിന്നെ ഇനിയിപ്പോൾ ഇടാൻ പോകുന്നതാണ് ഇതിൽ. ഇനി 20,000 ഇടാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോൾ ടോട്ടൽ 1.5 ഏക്കറുണ്ട്. അപ്പോൾ വരാൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റിൽ 300 എണ്ണം എന്നാലുള്ള ഗ്രോത്ത് ഉണ്ടാവുക. ഇല്ലല്ല, വരാലിന് എയറേഷൻ്റെ ആവശ്യമില്ല. പോണ്ടിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി ഇറങ്ങി റൊട്ടേഷൻ ഉണ്ടെങ്കിലും അത്രയും നല്ലതാണ്. വെള്ളത്തിൻ്റെ ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം കയറിയിട്ട് ഇതിൽ ഐക്കായ വെള്ളം പുറത്തേക്ക് തള്ളുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അത് നമ്മളിപ്പോൾ അവിടെ കൈത്തോട് പോകുന്നുണ്ട് അടുത്ത്. ആ കൈത്തോട്ടിൽ നിന്ന് നേരെ കയറ്റിയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആക്കിയിടുകയാണ്. വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ നല്ല വെള്ളം വരുമ്പോൾ മുകളിൽ കിടക്കുന്ന ഈ ഐക്ക് വെള്ളം അത് ഇറങ്ങി പോകുമല്ലോ. അടുത്ത കുളത്തുനിന്ന് ഇങ്ങനെ റൊട്ടേഷനായിട്ട് വെള്ളം ഇളകി പോകുമല്ലോ. ഇതിപ്പോൾ നമ്മൾ എത്ര കുളങ്ങളിലാണ് ചെയ്യുന്നത്? ഇതിപ്പോൾ ടോട്ടൽ 6 കുളത്തിലിട്ടിട്ടുണ്ട്. 6 കുളത്തിൽ? ആ. ഒരു കുളം എന്ന് പറയുമ്പോൾ എന്തര വരും? 1 സെൻറ്റ് വരുമോ? ഒരു 6-7 സെൻറ്റ് വരുന്നുണ്ട് ഒരു കുളം. 7 സെൻറ്റ്. നമ്മൾ ഈ 1 ഏക്കറിൽ എത്ര കുളം ചെയ്യാൻ പറ്റും? 1 ഏക്കറിൽ നമുക്ക് 1 ഏക്കർ കുളമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 30,000 കുഞ്ഞുങ്ങളിടാം. 30,000 മീൻ കുഞ്ഞുങ്ങളെ? ഈ കുളം നമ്മൾ 40 സെൻറ്റിലാണ് ഈ 3 കുളം വരുന്നത്. അതിലിപ്പോൾ നമുക്ക് 20 സെൻറ്റുള്ളൂ കിട്ടിയിട്ടുള്ളത്. അതിൽ 6,000 മീനുള്ളൂ നമുക്ക് ഇടാൻ പറ്റുക. 20 സെൻറ്റ് വരുമ്പോൾ? 20 സെൻറ്റ് വരുമ്പോൾ. നമ്മൾ അതിൻ്റെ ഒരു താഴ്ച എന്തിനാ ഈ കുളത്തിന്? താഴ്ച 5 അടി 6 അടിയാണ്. അതാണ് റൈറ്റ് എന്നുള്ളത്? ഒരു 4 അടിയിലും വെള്ളം നിർത്തണം മിനിമം. നമ്മൾ ഈ കുളം എടുക്കുന്ന സമയത്ത് ഈ ചേറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുഴപ്പമില്ല ഇതിന്? അല്ല, ചേറ് വരാല് പിടിക്കുമ്പോൾ അതിൻ്റെതായൊരു പ്രശ്നം ഉണ്ടാവും എന്നല്ലാതെ വേറെ വരാലിന് ചളി പ്രശ്നമല്ല. ചേറിൽ ഇത് വളർന്നോളും? വളരും. നമുക്ക് സാധാരണ ഈ നല്ല ശുദ്ധജലം, അത് കല്ലൊക്കെ കെട്ടുന്ന കുളങ്ങളില്ലേ, ഇതിനകത്താണോ ഗ്രോത്ത് കൂടുതൽ വരുന്നത്? ആ രണ്ടിലും ഒരേ പോലെ തന്നെയാണ്. ഇതിലാണ് ഒന്നും കൂടി മറ്റേ നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ ഗ്രോത്ത് കിട്ടുക. കാരണം പ്രാണികളും മറ്റേതൊക്കെ ആയിട്ടുള്ളതും കുറേ കഴിക്കാണ്ടാവുമല്ലോ. നമ്മൾ ഈ വരാൽ കൃഷിയുടെ മൊത്തത്തിലുള്ള രീതി എങ്ങനെ ഒന്ന് പറയാമോ? വരാൽ കൃഷിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഇത് വിളവെടുക്കാം. 1 സെൻറ്റിൽ 300 കഴിഞ്ഞാൽ 60-70% നമുക്ക് 1 കിലോ അല്ലേ ഇത് കിട്ടും. ബാക്കി 800-600 ഗ്രാമില്ലതായിരിക്കും. എത്ര? 6 മാസം കൊണ്ട്? 6 മാസം കൊണ്ട്. ഇതിനൊരു തീറ്റക്രമം എങ്ങനെയാണ്? അത് തീറ്റ നമ്മൾ 4 നേരമാണ് ഇട്ടെടുക്കുന്നത്. എത്ര കിലോ കൊടുക്കേണ്ട ഒരു? ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 40 കിലോത്തോളം തീറ്റ കൊടുക്കുന്നുണ്ട് ഒരു പെർ ഡേ അല്ലേ? ഒരു ഡേ. അതായത് 300 എണ്ണങ്ങൾക്ക് അല്ലേ? അല്ലല്ല, 12,000 എണ്ണത്തിന് മൊത്തം ഇത്രയും ഒരു ഏക്കറിൽ അല്ലേ? 1 ഏക്കറിൽ. നമുക്ക് ഈ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് അങ്ങനെ വല്ലതും പറ്റുമോ? തീറ്റ ചെലവ് കുറക്കാനായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മീനിൻ്റെ ഒക്കെ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. മീനൊക്കെ വേസ്റ്റ് വേവിച്ചിട്ടൊക്കെ. അതെങ്ങനെയുണ്ട്? നന്നായി കഴിക്കും നിങ്ങൾ? അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ പോണ്ട് കുറച്ചുകൂടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പോണ്ട് ചീത്താവാൻ ചാൻസ് ഉണ്ട്. ഈ പെല്ലറ്റ് ആവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഇതെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവാറുണ്ടോ ഈ മീനിന്? ഇതിന് ഫംഗസ് പറഞ്ഞൊരു ചില ടൈമിൽ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റേ മീനുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രതിരോധ ശേഷിയാണ്. അത് നാച്ചുറൽ പോണ്ടിൽ അങ്ങനെ വരാറില്ല. പടുത കുളത്തിലാണ് അത് അധികം വരാറ്. നമ്മൾ ആദ്യം ഒരു പോണ്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം മീൻ ഇടുന്നതിന് മുൻപായിട്ട് വരാൽ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളത്തിൽ വേറെ മീനുകളൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക നല്ലത്. പിന്നെ വെള്ളത്തിൻ്റെ pH നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ആ മീൻ പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും നോക്കണം. ഓവറായിട്ട് ചളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഈ മീന് ചാട്ടം കൂടുതലാണ്, ജമ്പിങ് കൂടുതലാണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ക്ലിയർ ആയിട്ട് ഇതേപോലെ ചെയ്യണം. അല്ല ചാടി പുറത്ത് പോകും? അല്ലെങ്കിൽ ചാടി പുറത്ത് പോകും. അതിൻ്റെ ഹൈറ്റ് എത്രയാണ് നെറ്റ് ചെയ്യുന്നതിൻ്റെ? നെറ്റിൽ 1.5 മീറ്ററിലും ഹൈറ്റിൽ ചെയ്യുന്നത് നല്ലതാണ്. ഇവരുടെ ശത്രുക്കൾ ആരൊക്കെയാ? ഇവരെ ശത്രുക്കൾ എന്ന് പറയുന്നത് പാമ്പ് വർഗ്ഗമാണ്. ചേര, പാമ്പ്. പാമ്പിനെ തുരത്താനായി? പാമ്പിനെ നമുക്ക് ഇതേപോലെ വല ഇട്ടിട്ട് ഫുള്ള് ചുറ്റുഭാഗവും കവർ ചെയ്യണതാണ്. ഇപ്പോൾ ഇതേപോലെ ചെയ്ത പോലെ പുല്ലിതൊക്കെ വെച്ച്. പാമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലുതും ചെറുതായിട്ട് അവർക്ക് കിട്ടുന്നത് പിടിക്കും. ഇവർ കുറച്ച് ഇണങ്ങിയ മീനാണല്ലോ. പാമ്പ് വന്നാലും ഇവർ ഓടൂല, പാമ്പിൻ്റെ അടുത്ത് തന്നെ വന്ന് ചെന്ന് നിൽക്കും. ഇതിനൊരു വിളവെടുപ്പ് നമ്മൾ ഈ വെള്ളം പറ്റിച്ചിട്ടല്ലേ ചെയ്യുന്നത്? അതൊന്ന് പറയാം. ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ കുളത്തിനും ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഓവർഫ്ലോൻ്റെ അടിയിൽ കുറച്ച് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആ ടൈം ആകുമ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം മോട്ടർ അടിച്ച് ഒഴിവാക്കിയിട്ടാണ് വിളവെടുക്കുക. നോക്കുമ്പോൾ ഇതിൻ്റെ വലിയൊരു ക്വാളിറ്റി നോക്കേണ്ടത് ഒറിജിനൽ വിയറ്റ്നാം ബ്രീഡാണ് നോക്കേണ്ടത്. വിയറ്റ്നാം ബ്രീഡ്? ഇപ്പോൾ ചേട്ടൻ നേരത്തെ വന്നപ്പോൾ അടുത്ത് വന്ന് നിന്നല്ലോ.
അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി വിയറ്റ്നാം ബ്രീഡിൻ്റെ. എന്ന് വെച്ചാൽ അതൊന്ന് വിശദീകരിക്കുമോ? അതായത് നമ്മളിപ്പോൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, കുളത്തിൻ്റെ ചുറ്റുഭാഗം നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നാലെ ബാക്കിൽ വരും. നല്ല ഇണക്കമുള്ള, നല്ല ഇണക്കല്ലത്. അത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഈ വിയറ്റ്നാം ബ്രീഡ് ചെയ്യുന്നുണ്ട്? അതാണ് പിന്നെ നമുക്ക് അതിവേഗം വളരാൻ ചാൻസ് ഉള്ളത്. ഹൈബ്രിഡാണ് ഇത്? ഹൈബ്രിഡ് വരാലാണ്. ഓക്കെ. അതിൻ്റെ സീഡ് നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്? സീഡ് നമ്മൾ കൊൽക്കത്തന്നും ഹൈദരാബാദിൽ നിന്നൊക്കെയാണ്. അവരുടെ മറ്റ് അഡ്വാൻറ്റേജ് എന്താ മറ്റ് വരാലുമായിട്ടുള്ളത്? മറ്റു വരാലായിട്ട് ഇവർ ഫൈറ്റിങ് കുറവാണ്. ഇവർ വരാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്തിട്ട് കഴിക്കുന്ന മീനാണല്ലോ. അപ്പോൾ ഇവർ ഫൈറ്റിംഗ് ഇല്ല. ഇപ്പോൾ ഒരു മീനിപ്പോൾ ചത്ത് കഴിഞ്ഞാലടക്കം 5-6 ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെ ചീഞ്ഞു പോവുകയാണ്, കഴിക്കുന്നില്ല. അറ്റാക്കിങ് മൈൻഡ് കുറവാണ്. ഇവർക്ക് ഈ 3 നേരം തീറ്റ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? 3 നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ഒരു കിലോ ഗ്രോത്ത് വരുന്ന മീനാണല്ലോ. അപ്പോൾ നമുക്ക് അതേപോലെ തീറ്റയിലും നമ്മളത് ശ്രദ്ധിക്കണത്. നമ്മൾ ഈ ഇടുക്കിയിൽ ഇവിടെ വന്ന് ചെയ്യാനുള്ള കാരണം എന്താ? ഇടുക്കിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട് മലപ്പുറമാണല്ലോ. മലപ്പുറം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെള്ള സൗകര്യം കൂടുതലാണ്. അവിടെ 6 മാസമുള്ളൂ നമുക്ക് വെള്ളം കിട്ടുക. അത് ഈ മഴക്കാലത്താണ് കിട്ടുക. ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടില്ല നിങ്ങൾ ഈ വെള്ള സൗകര്യമൊക്കെ ഈ വേനൽ ടൈമിലും. ഈ അടുത്തുള്ളൊരു തോട് അതിൽ പിന്നെ വറ്റാറില്ല എന്ന് പറയുന്നത് വെള്ളം. നമുക്കിത് ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പ് ചൂട് അങ്ങനെയൊന്നും പ്രശ്നമില്ല വരാൻ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2000 കുഞ്ഞുങ്ങളെ ഇറക്കി നോക്കി. അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പിന്നെ ബാക്കിയില്ലേ നമ്മൾ ഈ കുളങ്ങളിലൊക്കെ മീൻ ഇട്ടത്. നമുക്കിതിൻ്റെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്? മാർക്കറ്റ് ഇത് 400 രൂപ ഏകദേശം മാർക്കറ്റ് വരുന്നുണ്ട്. അല്ല, നമ്മളിത് എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? നമ്മളിത് ഹോൾസെയിലായിട്ട് കയറ്റി വിടുകയാണ്. ഇത് ഷോപ്പ് വഴി വിടും? ഷോപ്പ് വഴി. നിങ്ങൾ അവിടെ എന്തരം ചെയ്യുന്നുണ്ട്? നമ്മളവിടെ ഇപ്പോൾ ഒരു 10,000 കുഞ്ഞുങ്ങളുണ്ട് അവിടെ മലപ്പുറത്ത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ ഇഞ്ചിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ 3 ഇഞ്ച്, 2 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ചൊക്കെ ആയിട്ടുള്ളതാണ് അതിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും നല്ലത് ഏതാ വളർത്താൻ? എത്ര വലിപ്പം വരുന്ന? അത് ടൈം കൂടും, അങ്ങനെ ഒരു ഇതുണ്ട്. 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് വിളവെടുക്കാം അല്ലേ? 1 മാസമൊക്കെ ചിലപ്പോൾ നമുക്ക് ലാഭിക്കാം. 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ അത്രയും കൂടെ 1 ഇഞ്ചിൻ്റെ അല്ല, ഒരു 2 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് പ്ലസ് ഒക്കെ വരുന്നത്. നമ്മൾ ആ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ഫീഡാണ് കൊടുക്കുന്നത്? ഇതേ സെയിം ഫീഡാണോ അത്? ഇതേ ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ പെല്ലറ്റ് തന്നെ കൊടുക്കുന്നത്. പെല്ലറ്റിൻ്റെ ചെറുതാണ്. നമ്മൾ ഈ ഒരുമിച്ച് നിങ്ങളെ കൊണ്ട് ഒരേപോലെ നമുക്കൊരു എന്താ പറയുക, ആ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ നമുക്ക് പോണ്ടിലേക്ക് മാറ്റാൻ പറ്റുമോ? അത് ചെറിയ പോണ്ടുകൾ ചെയ്ത് അങ്ങനെ വല്ലതും നോക്കണോ ആദ്യം ഒരു പരിരക്ഷ എന്നതിൽ? അല്ലല്ല, ഇത് നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഇടാതെ കുഴപ്പമൊന്നുമില്ല. ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കല്ലുപ്പിലൊക്കെ മുക്കിയിട്ട് നമ്മൾ ഇത് മീൻ സ്ക്രാച്ച് വരും. അതേപോലെ ഈ പൊട്ടാസ്യം പെർമനേറ്റ് കല്ലുപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പറ്റുള്ളൂ. കുറച്ച് എങ്ങനെ വെള്ളത്തിൽ കലക്കണോ? അല്ലല്ല, നമ്മൾ പുറത്തുനിന്ന് ഒരു ബക്കറ്റിലിട്ടിട്ട് ഒരു വലയിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ നേരത്തെ ചെയ്യണം? നേരത്തെ ഇടുന്നതിൻ്റെ മുന്നേ ചെയ്യണം. അപ്പോൾ ചെറിയ സ്ക്രാച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും മുറികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ്. നമുക്കിത് ഏത് വെള്ളത്തിലും വളരുമോ? ഇത് ശുദ്ധജല മത്സ്യമാണ്. ഉപ്പുരസല വെള്ളത്തിലൊന്നും വളരാൻ ഗ്രോത്ത് കുറവായിരിക്കും. നമുക്ക് അന്നേരം ആ ഒരു കുളത്തിൻ്റെ ഒത്തിരി ആഴം വന്നാലും ആയം വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇല്ല, അടിയിലേക്ക് പോയെന്ന് പറഞ്ഞാലും നമുക്ക് പിടിക്കാനൊരു ബുദ്ധിമുട്ട് അത് നമ്മൾ കാണണമല്ലോ. അത് മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് റേറ്റിൽ വിഷയമൊന്നുമില്ല? ഇല്ലല്ല. വരാലിനെ വളർത്തുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വൃത്തിയാണ്. അത്രയും ശുദ്ധജലമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഗ്രോത്ത് കിട്ടും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ തിരിച്ചെടുക്കും. അത് ഒരു കിലോ 300 രൂപ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മീനെ വളർത്താനുള്ളൊരു ചിലവ് എന്ന് പറയുന്നത് 140 രൂപയാണ് ഒരു മീന് കോസ്റ്റ് വരുന്നത്, 1 കിലോനാവാനുള്ളത്. ഒരു കിലോ എത്തുന്നവരെ? 1 കിലോ എത്തുന്നവരെ. അത് നമ്മൾ 300 രൂപ ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. 1 കിലോനായ മീൻ 300 രൂപക്ക് എടുക്കും. ഹോൾസെയിലായിട്ട് എടുക്കും?
അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന കർഷകരുടെ നിന്നുള്ള അല്ലാത്ത എവിടുന്ന് വരാലുണ്ടെങ്കിലും എടുക്കും. എടുക്കും. അത് എത്ര ഉണ്ടെങ്കിലും ബൾക്കായിട്ടാണെങ്കിലും നമ്മൾ എടുക്കും. ബൾക്കായിട്ട് എടുക്കും. നമ്മൾ എത്ര ടെന്നാണെങ്കിലും എടുക്കും. അപ്പം നമ്മൾ അതിൻ്റെ പിന്നീട് നമ്മളെങ്ങനെയാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത്? നമ്മളിത് കൊണ്ടേ കൊടുക്കുകയാണിത് ഈ ഹോൾസെയിൽ കടകൾക്ക്, ഈ തമിഴ്നാട്, ആന്ധ്ര. അപ്പോൾ എല്ലാ സീസണിലും നിങ്ങളുടെ മീനുണ്ട്? അതെ. നമുക്ക് ഈ 1 കിലോ വരെ നിങ്ങൾ പറഞ്ഞു, അതിന് മുകളിലേക്ക് പിന്നെ ഇത് വളർത്താനായിട്ട് ശ്രമിച്ചാലോ? അതിൻ്റെ മുകൾക്ക് വളർത്താം, പക്ഷെ പിന്നെയും കോസ്റ്റ് വരില്ലേ. ഈ 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ തീറ്റ പെല്ലറ്റ് ഇട്ട് കൊടുത്ത് തീറ്റ എക്സ്പെൻസ് വരികയാണെന്നുണ്ട്. ഇത് 2 കിലോനാവും, 1.5 കിലോനൊക്കെ ആവും. അത്രയും ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല 6 മാസം തന്നെ വിളവെടുത്തിട്ട് പിന്നെ അടുത്ത ബാച്ച് ഇറക്കുക. 1 വർഷത്തിൽ 2 വിളവെടുപ്പ്. നമുക്കിതൊരു ആവറേജ് തന്നെ തൂക്കം വരും ഈ ഒരു കുളത്തിൽ? ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1000 എണ്ണം ഒരു കുളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു 60% ഏകദേശം നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ വരും. 60%. അതിൽ 250 ആയ കുഞ്ഞുങ്ങളും ഉണ്ടാവും, 500 ഗ്രാമായ കുഞ്ഞുങ്ങളും ഉണ്ടാവും, 850 ഗ്രാമായ കുഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഒരു ആദ്യം പോണ്ട് ചെയ്യും, ബാക്കിയുള്ള വലയെല്ലാം അവിടെ എത്ര രൂപ ചിലവ് വരും? 1 ഏക്കറിൽ അല്ല, ഒരു സെൻറ്റിൽ? ഒരു സെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 രൂപ 15,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ ചിലവ് തീരും അല്ലേ? വലക്കായിട്ട് ഒരു പോണ്ടിൽ വല എനിക്ക് തോന്നുന്നത് ഒരു 1000 രൂപ 2000 രൂപേൻ്റെ ഉള്ളിലുള്ള വരിക ഒരു സെൻറ്റിൽ. നമുക്ക് ഈ 300 കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടോ? 300 കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ വളർച്ച കിട്ടൂല. ഈ 6 മാസത്തിലത് 8, 9, 10 മാസമാവും. അത് ലാഭകരമല്ല അല്ലേ? അത് ലാഭകരമല്ല. നമ്മളിപ്പോൾ എയറേഷനൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ നമുക്ക് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് നടക്കും ഇതിന്? അല്ല, വരാലിന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇല്ല. അല്ല, ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ഇത് നടക്കുമോ വരാലിന്? ഇല്ല. നടക്കത്തില്ല. ഏറ്റവും നല്ലത് നമുക്ക് ഇതേപോലെ ഒരു സെൻറ്റിൽ 300 എണ്ണം. നമുക്ക് ഈ ആദ്യം കുളം ചെയ്യുമ്പോൾ ഈ മറ്റേ കുമ്മായ ഇടുക അങ്ങനത്തെ വല്ല? ഇല്ല, വരാലിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. കുമ്മായത്തിൻ്റെയും കാര്യങ്ങളൊന്നും. ഈ പച്ചിലകളോ അങ്ങനെയുള്ള പുല്ല് അതൊക്കെ ഇതിൻ്റെ തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് വരാലിൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ 40% പ്രോട്ടീൻ വേണം, 8% ഫാറ്റ് വേണം. അപ്പോൾ ഇതൊന്നും നമ്മൾ ഈ പച്ചില അതൊക്കെ ഈ സിലോപ്പി, നെട്ടർ, ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള മീനുകൾക്കാണ് ഈ പച്ചില. വരാലിന് ഈ തന്നെ വേണം, 40% പ്രോട്ടീനിലെ തീറ്റ തന്നെ വേണം. എന്നാലാണ് നമ്മൾ പറഞ്ഞ ഈ 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുക. ഇപ്പോൾ 3 വരാലാണ് വരുന്നത്. ഇതിലിപ്പോൾ നാടൻ വരാൽ, ആന്ധ്ര വരാൽ, വിയറ്റ്നാം വരാൽ. ഈ വിയറ്റ്നാം വരാലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫൈറ്റിങ് കുറവായിരുന്നു. ചത്ത് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് തൊടൂല, കഴിക്കൂല. ഈ അത്യാവശ്യം പെട്ടെന്ന് ഈ 6 മാസം കൊണ്ട് പെട്ടെന്ന് ഗ്രോത്തും ഉണ്ടാവും. നമ്മൾ ഈ 300 മീനുകളെ ഒരു കുളത്തിലിടുമ്പോൾ അതിനകത്ത് ബ്രീഡിങ് നടക്കത്തില്ല സ്വാഭാവികമായിട്ട്? ബ്രീഡിങ് നടക്കും. ആ ബ്രീഡിങ്ങിന് നമ്മൾ വളർത്താൻ പറ്റൂല. നമ്മൾ വാങ്ങുന്ന ഈ ബ്രീഡ് വരാലിൻ്റെ, ഈ വിയറ്റ്നാം വരാലിൻ്റെ ഒരു ക്വാളിറ്റി ആ ബ്രീഡ് ഇതിനുണ്ടാവില്ല. ആ ഗ്രോത്ത് കിട്ടില്ല. അപ്പോൾ അതൊരു കളമത്സ്യമായിട്ട് പോവോ? കളമത്സ്യം പോലെ ആവുമോ? അതെ. ഇതിനകത്ത് വേറെ കളമത്സ്യം ഉണ്ടാവുമോ? ഇതിനകത്ത് പിന്നെ ഇപ്പോൾ സിലോപ്പി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഈ വിത്തെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആണോ? അല്ലല്ല, ഇതിൻ്റെ ആദ്യം മുന്നിട്ട ഇതാണ്, സിലോപ്പിൻ്റെ ബ്രീഡായതാണ് ഇത്. വരാൽ മറ്റുള്ള മത്സ്യങ്ങളുടെ കൂടെ വളർത്താൻ പറ്റുമോ നമുക്ക്? വരാൽ ഏറ്റവും നല്ലത് വരാലിനെ ഒറ്റയ്ക്ക് വളർത്തുന്നതാണ് നല്ലത്. തീറ്റയുടെ പ്രശ്നമുണ്ടോ? തീറ്റ എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗ്രോത്ത് കിട്ടത്തുള്ളൂ. ഗ്രോത്ത് കിട്ടും. നമ്മളിപ്പോൾ മറ്റു കുറേ മീനുകൾ കർഷകർ ചെയ്യാറുണ്ടല്ലോ, അതിനെ അപേക്ഷിച്ച് വരാൽ ചെയ്യുന്നുണ്ടല്ലോ? വരാൽ മറ്റ് മീനുകൾ വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ്. ഇതിൽ മറ്റേ ഫിഷറീസിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് വേണം. ഇപ്പോൾ വരാലിനൊക്കെ നമ്മളിവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ വരാലിനൊന്നും ഇവിടെ കിട്ടാനില്ല എന്നാണ് പറയുന്നത്. വരാലിൻ്റെ കൃഷി ഫിഷറീസ് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? നമുക്കൊന്നും ഇതുവരെ കൃഷി ചെയ്തിട്ടൊന്നും ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഈ തീറ്റക്കൊക്കെ എത്ര റേറ്റ് വരുമ്പോൾ ഒരു ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൈത്താങ്ങായിട്ട് കിട്ടുന്നില്ല. ഈ തിലോപ്പിയൊക്കെ ചെയ്യുന്നതിന് ഫിഷറീസ് നല്ല അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തിലോപ്പിയൊക്കെ കിട്ടാനുണ്ട്, വരാലിന് കിട്ടാനില്ല എന്ന് അറിയുന്നത്. അതിനെ കഴിഞ്ഞ് ഇതെങ്ങനെ ലാഭകരമാണെന്ന് പറയുന്നത്? ഇത് നമുക്കിത് 300 രൂപ, 320, 330 രൂപക്കാണ് ഇത് ബൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തിലോപ്പിയ, വാള അങ്ങനെയുള്ള മീനുകൾക്കും, നെട്ടർ അങ്ങനത്തെ മീനുകൾക്കൊന്നും അത്ര റേറ്റ് ഇല്ല, ഡിമാൻഡും ഇല്ല. എങ്ങനെയുണ്ട് വരാൽ കൃഷി? ഇഷ്ടപ്പെട്ടോ? ഇനി കുറച്ച് മത്സ്യകൃഷി നടത്താമെന്നൊരാഗ്രഹമുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇവർ തീർച്ചയായും നിങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ തരും. അതിനൊപ്പം തന്നെ നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയ വരാലുകളെ അവർ വിളവെടുക്കുന്ന സമയത്ത് വന്ന് വാങ്ങുകയും ചെയ്യും. ആ ഒരു
പേടി തന്നെ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരാലുകൾ നമ്മൾ എവിടെ വിറ്റഴിക്കും, ഇത്രയും മത്സ്യങ്ങളെ നമ്മൾ എങ്ങോട്ടേക്ക് എത്തിക്കും. അതിനൊപ്പം തന്നെ ഈ കടൽ മത്സ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഏരിയയിൽ നല്ല മാർക്കറ്റുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ വരാൽ നമ്മൾ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങളെ നമ്മുടേതായ ഒരു വിലയ്ക്ക് എങ്ങനെ വിറ്റഴിക്കും, അങ്ങനെ പല ഭയങ്ങളുണ്ട്. അതൊന്നും വേണ്ട. ഈ കർഷകർ ഈ വരാൽ കുഞ്ഞുങ്ങളെയും അതിനൊപ്പം തന്നെ വരാൽ കുഞ്ഞുങ്ങളെ നൽകുകയും അതിനൊപ്പം തന്നെ വിളവെടുക്കുന്ന മത്സ്യങ്ങളെയൊക്കെ വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ദിവസത്തിൽ പുതിയൊരു കർഷകനുമായി കാണുന്നവരെ ഇസ്മി ജോബിൻ ജമണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.